ഇരിക്കൂ. എന്തായി? ഓപ്ഷൻ അടുത്ത ബുധനാഴ്ചയാണ്. തയ്യാറായ അത്രയും തേയിലപ്പെട്ടികൾ കൊച്ചിയിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് തെയ്യണമെങ്കിൽ കുറച്ച് ലീഫ് കൂടി പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നു മുതൽ ഫാക്ടറിയിൽ നൈറ്റ് ഷിഫ്റ്റ് ആരംഭിക്കാൻ ഞാൻ രാമൻ കങ്ങാണിയെ പറഞ്ഞ് ചുമതലപ്പെടുത്തി. ഇന്നലെ ആ രാഘവൻ എന്തോ പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കി. മുതലാളിയെ കണ്ട് അവർക്കെന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജഗദീഷ് എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ഞങ്ങളുടെ തീരുമാനമെന്ന്. അല്ല, പ്രശ്നം ഒരുവിധം അവസാനിച്ച പോലെയാണ്. ജഗദീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നുണ പറയരുത്. ഇല്ല, ഞാൻ കഴിച്ചതാ. ഷുവർ? അതെ. അപ്പൊ ചായ കുടിക്കാം. താങ്ക് യു. ജഗദീഷ് വീട്ടിലേക്ക് പണമൊക്കെ അയച്ചോ? അയച്ചില്ല. കണ്ടോ, ഞാൻ സൈൻ ചെയ്ത് എത്ര ചെക്ക് ലീഫ് ജഗദീഷിന്റെ കയ്യിലുണ്ട്. ഇന്ന് തീയതി 5 ആയില്ലേ? ഇന്ന് തന്നെ അയച്ചേക്കൂ. ശരി സാർ. ജഗദീഷിന്റെ അമ്മയ്ക്ക് ഞാൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്തിനാ വെറുതെ? കഴിഞ്ഞ വിഷുവിന് എടുത്തു കൊടുത്ത ഡ്രസ്സ് തന്നെ ഇട്ട് കാണില്ല. ഞാനും സാറിന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാ. സാർ ഇതിൽ ഇടപെടണ്ട. എന്നാ ഞാൻ എസ്റ്റേറ്റിലേക്ക് പോട്ടെ. ആ, ഇതൊന്നും ഒപ്പിടണം. ദേ മാനേജിംഗ് ഡയറക്ടറിലെ ഇരിക്കുന്നത്, അങ്ങോട്ട് കൊടുത്തേക്ക്. എവിടെ? ദാ ഇവിടെ. നടക്കണേ മോളെ, വല്ല മുള്ളോ കുപ്പി കഷ്ണോ കാണും. ആന്റി മിണ്ടല്ലേ, അത് പോവും. നല്ല തുമ്പിയായിരുന്നു, അത് പോയി. ഇനി നാളെ പിടിക്കാം. ബാ. ആന്റി, ഞാൻ പോന്നല്ലേടാ. മോളുടെ ചെരുപ്പന്തിയേ? അയ്യോ, ചെരുപ്പിടാണ്ട് മണ്ണിലിറങ്ങി നടന്നാലേ ഡാഡി വഴക്ക് പറയും. ഹായ് സിന്ധുമോൾ. ഡാഡി, ഡാഡി. വാ പറയട്ടെ. ആ, മോൾ ഇന്ന് എത്ര പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു? 1 2 3, പിന്നെ നല്ല വെളുത്ത നീളമുള്ള താടുള്ള ഒരു അപ്പൂപ്പൻ 4 5 അല്ല 6. കൂട്ടത്തിൽ ആരെങ്കിലും സീരിയസ് ആണോ? ഒരാള്. എന്താ അസുഖം? പല്ലുവേദന. ആന്റി ഒന്നും ചിരിക്കണ്ട. അയാള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ മരുന്ന് കൊടുത്തപ്പെടാൻ നിന്നത്. സാർ, ടെലിഫോൺ. ഈ പത്മാലയം എന്ന് പറയുന്ന ബംഗ്ലാവ് ഏതാ? പത്മാലയം? അത് നമ്മുടെ വർമ്മസാറിന്റെ ബംഗ്ലാവല്ലേ? ഇവിടുന്ന് നേരെ ചെന്ന് എടുത്തോട്ട് കയറുമ്പോ വലതുവശത്ത് കടന്ന ആദ്യത്തെ കെട്ടിടമാ. എന്തൊരു കുളിര. തീപ്പട്ടിയുണ്ടോ? ശ്രീദേവി ഉണ്ടോ? ഇല്ലല്ലോ. എവിടെ പോയി? സാറും കൊച്ചമ്മയും കൂടി ഫാക്ടറി പോയിരിക്കുക. ഏത് ഫാക്ടറി? അവരുടെ ഫാക്ടറിയിലേക്ക്. അല്ലാതെ പിന്നെ നാട്ടുകാരുടെ ഫാക്ടറിയിലേക്കാണോ? സാറേ വല്ലതും പറയണോ? അല്ല, സാധാരണ ആരെങ്കിലും അവരെ അന്വേഷിച്ചു വന്നാൽ എഴുതി വെക്കാൻ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. അല്ല, അതെടുത്തോണ്ട് വരണമെന്നേ. ഇത് കുറച്ചുകൂടി ശരിയാകാനുണ്ട്.
റോളർ ഒന്ന് നോക്കണം. പിന്നെ മേഡം പുറപ്പെടാറായിരുന്നു മുതലാളി ചോദിച്ചു. ആ ഡ്രൈവർ വണ്ടി എടുക്ക. എന്റെ ഒരു സ്നേഹിതൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓഫീസറോട് ലീവ് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ഈ അടുത്ത് ആരോ ഒരു ആനയെ വെടിവെച്ചിട്ടു. അതുകൊണ്ട് സെക്യൂരിറ്റി വളരെ സ്ട്രിക്റ്റാ. നീ 10-ാം തീയതി വരുമെന്നല്ലേ എഴുതിയിരുന്നത്? 3-4 ദിവസത്തിന് മുമ്പ് ജയിലർ പറഞ്ഞു ഇന്ന് പോവാന്ന്. വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല. എന്തേ? വീട്ടിൽ പോകാനല്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് തന്നെ മടങ്ങാനാ ഭാവം? ആ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. നീ എന്താടാ ഈ പറയുന്നത്? കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. എന്ത് ജോലി? അത് തൽക്കാലം നീ അറിയണ്ട. പഴയ സ്വഭാവം ഇതുവരെ മാറ്റാറായില്ല അല്ലേ? പഴയ കണക്കുകൾ തീരുമ്പോ താനേ മാറിക്കോളും. ആ, സമയം ഒരുപാടായി. ഞാൻ വെളുക്കുമ്പേക്കും വരാം. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നല്ല കുളിരുണ്ട്. പെട്ടിക്കെന്നാ കമ്പിളി എടുത്തോ. ശ്രീദേവി, എന്താ? എന്തു പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്ന് എന്തു പറ്റി? ഒന്നുമില്ല. ആദ്യത്തെ സ്ട്രൈക്കിന് തന്നെ ഒരു 5 എണ്ണമെങ്കിലും പോക്കറ്റിലാക്കുന്നതാണല്ലോ. എന്തോ ശ്രീദേവിയുടെ മുഖത്ത് എന്തോ ഒരു വല്ലായ്മയുണ്ട്. ആരാ നോക്ക്.
ഹലോ, ഞാൻ വിനോദാണ്. റോങ് നമ്പർ. ഏയ്, എന്റെ കളിയാ. ആരാ? റോങ് നമ്പറാ. ശ്രീദേവിക്ക് എന്താ അസുഖമില്ലേ? നമുക്ക് പിന്നെ കളിക്കാം. വോയിസ്. വണക്കം അയ്യാ. വണക്കം. വണക്കം. വണക്കം അമ്മ. ആ രമ എപ്പോ വന്നു? ഇപ്പൊ വന്നേയുള്ളൂ ഡോക്ടർ. അമ്മ എന്തി? അമ്മയത്തെ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഡോക്ടർ? സിന്ധുവോള് വന്നില്ലേ? കാർ അയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അല്പ ഫീവർ ഉണ്ടായിരുന്നു. തണുപ്പത്തോടി നടന്നിട്ടാ. ഏതായാലും ഇവിടെ നിർത്തണ്ട. വരുമ്പോ തന്നെ ഡ്രൈവറോട് പറഞ്ഞൊരു വീട്ടിലേക്ക് കൊണ്ടാക്കാൻ. ഞാൻ അല്പം ലേറ്റ് ആവും. ശരി ഡോക്ടർ. എടാ വിനോദേ, പഴയ കാര്യങ്ങൾ ഓർത്ത് നീ നിന്റെ ജീവിതം പാഴാക്കരുത്. നടന്നത് നടന്നു കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നത് ബുദ്ധിയല്ല. ഇതുവരെ ഞാൻ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ താളം പോലും തെറ്റിയിട്ടില്ല, തെറ്റുകയുമില്ല. എന്ത് ലക്ഷ്യമെന്നാണ് നീ പറയുന്നത്? എന്നെ വഞ്ചിച്ചിട്ട് ഒരു കിഴവന്റെ പണം മോഹിച്ച് ഇവിടെ കൊച്ചമഞ്ഞ് മഞ്ഞ് നടക്കുന്നില്ല. അവൾ അവസാനിപ്പിച്ച് ഞാൻ അവിടുന്ന് പോകും. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അവളുടെ കയ്യിലൊരുത്തൻ സ്പർശിച്ചതിനാടാ ഞാൻ ജയിലിൽ പോയത്. കയ്യിൽ സ്പർശിച്ചതിനോ? വാസ്തവത്തിൽ അന്ന് എന്താടാ ഉണ്ടായത്? എന്റെ സ്വപ്നവും സ്വർഗവും എല്ലാം അവളായിരുന്നടാ. അവൾ മാത്രം. ഈ ആണുങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മുത്തശ്ശി പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പിന്നെന്തിനാ വിശ്വസിച്ചത്? അച്ഛനോടല്ല വിനു സംസാരിക്കുന്നത്. ആ അത് പറ. എന്റെ അമ്മ ഒന്നിങ്ങ് വന്നോട്ടെ കൊച്ചേ. എനിക്ക് ആകെ പേടിയാവുന്നു. താൻ എന്തിനാണോ പേടിക്കുന്നത്? ഞാനും താനും തമ്മിലുള്ള അനശ്വരമായ പ്രേമം ഹൈസ്കൂൾ മുതല് ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ തന്നെ കല്യാണവും കഴിക്കുന്നു. പിന്നെന്താ? ഞാൻ പോകുന്നു. വാ, വീട്ടിലേക്ക് വാ. ആരുമില്ല. അയ്യടാ.